റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് താരസംഘടനയായ അമ്മ സംഘടനയുടെ കൊച്ചി ഓഫീസിലായിരുന്നു ചടങ്ങുകൾ. മോഹൻലാൽ, മമ്മൂട്ടി എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം മഞ്ജു വാര്യരും ചേർന്ന് ദേശീയ പതാക ഉയർത്തി. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. മോഹൻലാൽ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലേക്ക് എത്തിയത്. ഇന്നത്തെ ദിവസം വലിയൊരു ആഘോഷത്തിന് തിരിതെളിക്കാൻ പോവുകയാണല്ലോ. എമ്പുരാന്റെ ടീസർ ലോഞ്ച് ചടങ്ങും മറ്റു പരിപാടികളും ആശീർവാദിന്റെ വരാൻ പോകുന്ന സിനിമകളുടെ അനൗൺസ്മെന്റ് എല്ലാം കൊണ്ടും മോഹൻലാൽ സജീവമാവുകയാണ്. അപ്പോഴാണ് ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ ആദ്യ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എത്തുന്നത്. ഇന്നത്തെ ദിവസം പുതിയ സംരംഭങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യ സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായ നരസിംഹം. അതിമോഹമാണ് മോനെ അതിമോഹം, എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസുണ്ടാകുമെന്ന മോഹം, അത് തെറ്റായിരുന്നു എന്ന് ബോധ്യമാകുമ്പോൾ നീ വാ. അച്ഛന്റെ കാൽവിരലിൽ നിന്നും 2-3 നഖം വെട്ടിത്തരാം ഞാൻ. അതുകൊണ്ടുപോയി ചന്ദനമൂട്ടിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാൻ നിനക്ക് ആശ തീർക്കാം. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോ മോനെ ദിനേശ. ഭാരതപ്പുഴയുടെ തീരത്ത് അച്ഛനെ ശേഷക്രിയ ചെയ്യാനെത്തിയ മണപ്പള്ളി പവിത്രന്റെ നെറ്റിയിൽ വിരൽ ചൂണ്ടി പൂവള്ളി ഇന്ദുചൂടൻ അലറിയപ്പോൾ തിയേറ്ററുകൾ ഇളകിമറിഞ്ഞു. മലയാളത്തിലെ ബ്ലോക്ക് ബാസ്റ്ററുകളിൽ ഒന്നായ സിനിമയും കഥാപാത്രവും സംഭാഷണങ്ങളും പിറന്നിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. മോഹൻലാലിനെ നായകനാക്കി ഷാജി കൈലാസ് ഒരുക്കിയ മാസ് ചിത്രം നരസിംഹത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കാലത്തും മലയാളികളുടെ മനസ്സിൽ ആ ഡയലോഗുകൾ മാസായി നിൽക്കുന്നു. 2000 ജനുവരി 26-നാണ് നരസിംഹം റിലീസിനെത്തുന്നത്. രഞ്ജിത്തിന്റെ കഥയിൽ ഒരുങ്ങിയ പൂവള്ളി ഇന്ദുചൂടൻ എന്ന മാസ് നായക കഥാപാത്രവും സംഭാഷണങ്ങളും ഇന്നും ആരാധകർക്ക് ലഹരിയാണ്. ബോക്സ് ഓഫീസിൽ തകർപ്പൻ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ്. ആശീർവാദ് സിനിമാസിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയായിരുന്നു നരസിംഹം. തിലകൻ, ജഗതി ശ്രീകുമാർ, NF വർഗീസ്, ഐശ്വര്യ, ഭാരതി, സ്ഫടികം ജോർജ്, സായ്കുമാർ എന്നീ താരനിരയ്ക്കൊപ്പം അതിഥി വേഷത്തിൽ മമ്മൂട്ടിയും ചിത്രത്തിന്റെ ഭാഗമായി. അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന മമ്മൂട്ടി കഥാപാത്രവും ആരാധകരെ ഇന്നും ആവേശം കൊള്ളിക്കുന്നു. ചിത്രം ഇന്നും ചാനലിൽ വരുമ്പോൾ അത് കാണാൻ ആളുകളുണ്ട്. ആ ചിത്രം റിലീസ് ചെയ്ത കാലത്ത് ജനിക്കാത്ത കുട്ടികളാണ് ഇന്നത്തെ ആരാധകർ. നരസിംഹം എന്ന ചിത്രം തീർത്ത വിസ്മയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുമ്പ് ഷാജി കൈലാസ് പറയുകയുണ്ടായി. 6-ാം തമ്പുരാൻ എന്ന ചിത്രം കഴിഞ്ഞപ്പോൾ ഇനി അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എങ്ങനെ ചെയ്യും എന്നതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അങ്ങനെയിരിക്കെയാണ് തിരുവനന്തപുരം പങ്കജ് ഹോട്ടലിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ ആന്റണി പെരുമ്പാവൂരിനും പ്രൊഡക്ഷൻ കൺട്രോളർ സച്ചിക്കും വേണ്ടി ഒരു സിനിമ ചെയ്തു കൊടുക്കുവാൻ പറ്റുമോ എന്ന് മോഹൻലാൽ ചോദിച്ചത്. ആന്റണി പെരുമ്പാവൂരും വിതരണക്കാരനായി സ്വർഗചിത്ര അപ്പച്ചനും വന്നതോടെ ഫിനാൻഷ്യൽ ഏരിയ ഓക്കെയായി. കഥയൊന്നും കയ്യിലില്ലെങ്കിലും ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും രഞ്ജിത്തും ചെന്നൈയിലെ ഈരാളി ഗസ്റ്റ് ഹൗസിലിരുന്ന് കഥ ചർച്ച തുടങ്ങി. അങ്ങനെ ആദ്യം തീരുമാനിച്ചത് ദാവീദ് രാജാവ് എന്ന ചിത്രമായിരുന്നു. പക്ഷേ ചർച്ച പുരോഗമിച്ചപ്പോൾ അതിൽ അത്ര സംതൃപ്തി തോന്നിയില്ല. പിന്നീട് കഥ മാറ്റി ചിന്തിച്ചു. ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ട നായകന്റെ തിരിച്ചുവരവ് പ്രേക്ഷകർക്ക് എന്നും രസിക്കുന്ന വിഷയമാണ്. അത്തരമൊരു കഥയിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യാത്ത കുറ്റത്തിന് 6 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം തിരിച്ചുവരുന്ന ഇന്ദുചൂടൻ എന്ന കഥാപാത്രത്തെ കിട്ടുന്നത്. ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്ന മധുരമായ പ്രതികാരത്തിന്റെ കഥയുടെ ഓൺലൈനുമായി ഞാനും രഞ്ജിത്തും കോഴിക്കോട്ടേക്ക് വണ്ടി കയറി. ബാക്കി ഭാഗങ്ങൾ കാലിക്കറ്റ് ടവറിലിരുന്നാണ് രൂപപ്പെടുത്തിയത്. കഥ രൂപപ്പെട്ടപ്പോൾ മോഹൻലാലിനോട് പറയാൻ ഞങ്ങൾ ചെന്നൈയിലേക്ക് പറന്നു. ആദ്യം ചിത്രത്തിന് സിംഹം എന്നായിരുന്നു ടൈറ്റിൽ തീരുമാനിച്ചത്. തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തി എന്ന നിലയിൽ പിന്നീട് അത് നരസിംഹം എന്നാക്കി. സീനിലേക്ക് ഇടിച്ചു നിൽക്കുന്ന രസകരമായ സ്ക്രിപ്റ്റ് ആയിരുന്നു ചിത്രത്തിന് വേണ്ടി രഞ്ജിത്ത് ഒരുക്കിയത്. ഇന്റർവൽ വരെയുള്ള തിരക്കഥയായിരുന്നു രഞ്ജിത്ത് ആദ്യം എഴുതിയത്. അതിനിടയിൽ ലാലിന് 1 മാസത്തെ അമേരിക്കൻ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞു വരുമ്പോൾ ബാക്കി എഴുതാം എന്നായിരുന്നു പ്ലാൻ. ഈ ടീമിലുള്ള വിശ്വാസം കാരണം ലാൽ പൂർണ്ണമായും തിരക്കഥയും ചോദിച്ചില്ല. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ എൻട്രിയെക്കുറിച്ചും ഷാജി കൈലാസ് അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. ചിത്രത്തിന്റെ 2ാം പകുതി എഴുതുമ്പോഴാണ് ഇതിൽ ഇന്ദുചൂടനെ രക്ഷിക്കാനെത്തുന്ന അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന ശക്തനായ കഥാപാത്രം വരുന്നത്. ആ കഥാപാത്രത്തിലേക്ക് സുരേഷ് ഗോപി അടക്കം പല താരങ്ങളെയും ചിന്തിച്ചു. ഒടുവിൽ മമ്മൂട്ടിയിൽ എത്തിയത്. ഞാനിത് ചെയ്താൽ നിങ്ങൾ എനിക്കെന്ത് തരും? കഥ കേട്ടപ്പോൾ മമ്മൂട്ടി ചോദിച്ചു. ഞങ്ങളൊരു പടം ചെയ്തു തരാം ഞാൻ പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രമാകാൻ സമ്മതിച്ചു. അതിന് പിന്നാലെ വല്യേട്ടൻ എന്ന കഥാപാത്രം സമ്മാനിച്ചാണ് ഞങ്ങൾ മമ്മൂക്കയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചത്. ഷാജി കൈലാസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ഇന്നേ ദിവസം 25 വർഷം ആഘോഷിക്കുന്ന വേളയിൽ ആശീർവാദ് സിനിമാസ് അവരുടെ ആദ്യ പ്രൊഡക്ഷനായ നരസിംഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എത്തിയത്. ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. കാരണം പുതിയൊരു ചുവടുവെപ്പിലേക്ക് അവർ കടക്കാൻ പോകുന്നു. പുതിയ സിനിമകളുടെ അനൗൺസ്മെന്റ്, ഒപ്പം പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസറും. അതുകൂടാതെ ഇന്നേ ദിവസം ഓരോ പ്രേക്ഷകനും ഓരോ മോഹൻലാൽ ആരാധകനും ആഘോഷിക്കുന്ന ദിവസമായി മാറുകയാണ്. മോഹൻലാലിന് വേണ്ടി വലിയ സെലിബ്രേഷൻ തന്നെയാണ് ഇന്നേ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മോഹൻലാലിന്റെ എക്കാലത്തെയും ഗംഭീര ഹിറ്റുകളിൽ ഒന്നായ നരൻ എന്ന ചിത്രത്തിന്റെ റിലീസ് വരെ തിയേറ്ററുകളിൽ ഫാൻസിന് വേണ്ടി നടക്കുകയുണ്ടായി. അതിനൊക്കെ വലിയ ഹർഷാരവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ അവർ പറഞ്ഞു വെക്കുന്നു, ഈ ഒരു കാലഘട്ടത്തിലാണ് നരൻ ഇറങ്ങിയിരുന്നത് എങ്കിൽ 100 കോടിയൊക്കെ നിഷ്പ്രയാസം കളക്ട് ചെയ്തേനെ എന്ന രീതിയിലൊക്കെ അവർ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഇന്നേ ദിവസം. പല മോഹൻലാൽ സിനിമകളുടെയും ഭാഗമായിക്കൊണ്ട് തന്നെ.